സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഭാരത സർക്കാരിന്റെ ഔദ്യോഗിക രേഖയനുസരിച്ച് ഇക്കഴിഞ്ഞ 10 വർഷത്തിനകം രാജ്യത്ത് കൊല്ലംതോറും റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം 54% വർദ്ധിച്ചത്. 2005-ൽ 94,968 പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ 2015-ൽ പാതവക്കത്ത് ജീവൻ നഷ്ടപ്പെട്ടത് 1,46,133 പേർക്കായിരുന്നു. അതായത് ഓരോ മണിക്കൂറിലും 17ഓളം ആളുകൾ മരിക്കുന്നു. എണ്ണപ്പെടാതെ പോകുന്ന ജന്മങ്ങൾ വേറെയും ഉണ്ടാവും. അപകടം പറ്റി ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ ശരിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണനിരക്ക് വർദ്ധിക്കാനുള്ള മുഖ്യ കാരണം. വേറിട്ട കാഴ്ചകളിൽ ഇന്ന് നാം പരിചയപ്പെടുന്ന സുനിൽ നമ്പ്യാരുടെ പരിശ്രമങ്ങൾ പടിഞ്ഞാറൻ ബംഗാളിലെ ഹൈവേകളിൽ ശുശ്രൂഷ കിട്ടാതെ മരിക്കുന്നവരുടെ സംഖ്യ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ പേര് സേവ് ലൈഫ് ഫൗണ്ടേഷൻ. ആ പേരിൽ നിന്ന് തന്നെ ഒരു അർത്ഥം മനസ്സിലാവും. ഒരാളുടെ ജീവൻ രക്ഷിക്കുക, അതിനു വേണ്ടിയുള്ളൊരു ഫൗണ്ടേഷൻ. ഇത് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് 2004-ലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രസ്റ്റായിട്ട്. പക്ഷേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2007 മുതലാണ്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് തീവ്ര ശ്രമം നടത്തേണ്ടി വരുന്നു. ഹൈവേയിൽ പോയി നമ്മൾ ഹൈവേ മാപ്പ് നടത്തണം, ഹൈവേയിലെ എല്ലാ പോയിന്റുകളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം, ഓരോ ലൊക്കേഷൻസ് മനസ്സിലാക്കണം, ആംബുലൻസ് പ്രൊവൈഡേഴ്സ് വേണം, ഹോസ്പിറ്റൽസ് അറിഞ്ഞിരിക്കണം, പോലീസ് സ്റ്റേഷൻ്റെ ഏത് സ്റ്റേഷൻ അണ്ടറിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പ്ലസ് ഈച്ച് ആൻഡ് എവറി ലൊക്കേഷൻ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ റോഡ് മാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഹൈവേയിൽ നമുക്ക് റെസ്ക്യൂ പ്രൊജക്റ്റ് നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കൽക്കട്ടയിലുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലുള്ള മിക്കവാറും എല്ലാ ഹൈവേകളിലും ഞങ്ങൾ നിരന്തരമായി 2004 മുതൽ 2007 വരെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ആഴ്ചയിലും ഓരോരോ പ്രാവശ്യം ഞങ്ങളെല്ലാവരും ഞാനും എൻ്റെ ടീം അങ്ങനെ പോയി അത് റോഡ് മാപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് 2007 നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. 2007 ആദ്യമായിട്ട് NH2-ലാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഹൈവേകളും നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, സിറ്റിയുടെ ഉള്ളിലോ അല്ലെ മറ്റുള്ള പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ കൂടി അവരെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷേ നാഷണൽ ഹൈവേയിൽ ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാലും ആർക്കും രക്ഷപ്പെടുത്താനും കഴിയാറില്ല. അവരവിടെ രക്തം വാർന്ന് പിന്നെ ആൾക്കാർ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചിലപ്പോൾ മരണപ്പെടും. മിക്കവാറും ഹൈവേ ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവർക്ക് വേണ്ടപ്പെട്ട പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പറ്റിയില്ലെങ്കിൽ അവിടെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആദ്യത്തെ 1 മണിക്കൂറിൽ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം നൽകുക, അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, അവരുടെ ജീവൻ രക്ഷിക്കും. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം, ലൈഫ് സേവിങ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഗുജറാത്തിൽ നടക്കുന്ന ഒരു ഹൈവേ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അവിടെ അത് നടത്തുന്ന ഡോക്ടർ സുബ്രതോ ദാസ് പല കാര്യങ്ങൾക്കും ഞാനുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ടായി, കാരണക്കാരായി. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ, ഈ ഒരു റെസ്ക്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഒരു പദ്ധതിയിൽ എനിക്ക് ഒരുപാട് താല്പര്യം തോന്നുകയും ഞാൻ ഡോക്ടർ ദാസുമായി ബന്ധപ്പെടുകയും ഈ കാര്യത്തെപ്പറ്റി എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ ഭാര്യ, അതിന് പുറമെ എൻ്റെ 2 സുഹൃത്തുക്കളായ സുജിത് ബോസ്, മധുപ്രിയ ബോസ്, അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ ദാസുമായി സംസാരിച്ചു. പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ മുൻകൈ എടുക്കുകയും ഒരു ട്രസ്റ്റാക്കി 2004-ൽ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വെസ്റ്റ് ബംഗാൾ ആക്ട്, സൊസൈറ്റീസ് ആക്ട് പ്രകാരം സേവ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന പേരിൽ. Actually, we found that road traffic accident is a very vital issue in the state or overall in the country. If we see the statistics of road traffic accident, we'll find in India every day 350 to 360 people are dying from road traffic accident. It comes near about in every 4 minutes 1 person is dying from road traffic accident.
and this is the most productive age group, which is 20 to 40 years. Ultimately it is affecting the social economy. So it was this situation, this alarming voice that inspired us to do with this project. കേരള സിംഹം എന്ന് വിഖ്യാതനായ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ലാത്ത കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് തൊടിക്കളം ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും പിൽക്കാലത്ത് അധ്യാപകനുമായിരുന്ന TK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെയും KN ലീലാവതിയുടെയും മകൻ സുനിൽ നമ്പ്യാർക്ക് സാമൂഹ്യ സേവനം വ്യക്തി ജീവിതത്തോളം തന്നെ സ്വാഭാവികമായിരുന്നു. കൊൽക്കത്തയിൽ എത്തിയത് തൊഴിൽ തേടിയാണെങ്കിലും തേടിയ തൊഴിൽ അനായാസം ലഭിച്ചുവെങ്കിലും അതുകൊണ്ട് അടങ്ങുന്നതായിരുന്നില്ല നമ്പ്യാരുടെ സേവന തൃഷ്ണകൾ. അതിനാലാണ് അദ്ദേഹം ബറോഡയിലെ ലൈഫ് സുബ്രതാദാസിനെ പരിചയപ്പെട്ടതും ബംഗാളിൽ ലൈഫ് സൈ ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയതും. റോഡ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പലരെയും രക്ഷിക്കാറുണ്ട്, കിട്ടിയ പോലെ എടുത്തു കൊണ്ടുപോകും. പക്ഷേ അതെങ്ങനെ ചെയ്യണം, അതിന് കൃത്യമായ ചിട്ടയോടെ ഏത് കാര്യത്തിലേക്ക് കൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പല അവയർനെസ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്, അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അതായത് ഹൈവേയുടെ അടുത്ത് താമസിക്കുന്ന സാധാരണ കർഷകർ, അല്ലെങ്കിൽ സാധാരണ കച്ചവടക്കാർ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ധാബ ജീവനക്കാർ, ധാബയിലും ഹോട്ടലിലും വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെയാണ് ഹൈവേ സൈഡിൽ സ്ഥിരമായി ജീവിക്കുന്നവർ. നമുക്ക് ഹൈവേയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയി രക്ഷിക്കുന്നതൊന്നും പ്രാക്ടിക്കലല്ല, അതൊരിക്കലും നടക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവയർനെസ് ക്യാമ്പയിൻ കൊടുത്തുകൊണ്ട് അവരെ അതിന് സന്നദ്ധമാക്കി കഴിഞ്ഞാൽ അത്തരം ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അത്തരക്കാരുടെ സഹായം പെട്ടെന്ന് ലഭ്യമാവുകയും വേണ്ടപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ടോ കാര്യമില്ല. ഇത് സാധാരണക്കാരുടെ മനസ്സിലെത്തണം. ആക്സിഡൻറ്റ് ഏരിയയിൽ പ്രത്യേകിച്ച് ഹൈവേയിൽ മിക്ക സ്ഥലങ്ങളിലും നാം ചെയ്യുന്നത് അവിടെയുള്ള റോഡ് സൈഡിലുള്ള ധാബകളിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, ആക്സിഡൻറ്റ് ഹെൽപ്പ് ലൈൻ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ ധാബയിൽ മിക്കവാറും ബന്ധപ്പെടുന്ന അതൊക്കെയാണ്. പിന്നെ മറ്റുള്ള ചെറിയ ഷോപ്പുകൾ അല്ലെങ്കിൽ കൽവേട്ടുകൾ, അതിന് പുറമെ ചെറിയ ഹോർഡിങ്സ്, നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഹോർഡിങ്സ്, ഇതൊക്കെ ഞങ്ങൾ ഹൈവേയിൽ ചെയ്യാറുണ്ട്. അതിന് പുറമെ പല പോസ്റ്റർ ക്യാമ്പയിൻ നടത്താറുണ്ട്. പല പ്രസിദ്ധീകരണങ്ങളിലേക്ക് കൂടി നമ്മുടെ നമ്പർ പബ്ലിസിറ്റി കൊടുക്കാറുണ്ട്. അതൊക്കെ തന്നെയാണ് അവിടെയൊക്കെ നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇതിനിപ്പോൾ പോപ്പുലാരിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു മീഡിയയും. Up to date, I have statistics with me. Up to date, he has saved already 4,398 have benefited from Save Life Foundation. Isn't that amazing? Kuduthu vechirukkume in the madri blessings, in the madri aashirvadam, to be able to do something. Everybody can't do it. Ellarku oru uddesham that it's very easy to do something like this, but it's not. It's one of the most difficult things to do. If you have a passion to do it, just like Sunil Kumar Nambiar has got that passion, then everything works easily. We not only save our persons, we try to save a family. You see, a person who is the bread butter winner, if he faces an accident on a national highway, then his entire family suffers. We try to save the entire family from that. This is a very much group work, because someone receives the call of the accident call coming, we immediately start our action. We move in for the ambulance first, then we inform the administration, the police, then we move in for the ambulance once again, that where are they placed. That is our main focus. That becomes our main focus for the savior. হ্যালো কাঞ্চা পিএস, হ্যাঁ আমি সেভ লাইফ ফাউন্ডেশন কলকাতা হাইওয়ে রেস্কিউ প্রজেক্ট থেকে বলছিলাম। হ্যাঁ, একটা পানাগড় বাজারের ওখানে একটা অ্যাক্সিডেন্ট হয়েছে। হ্যাঁ, এই তো কিছুক্ষণ আগে একটা অ্যাক্সিডেন্ট হয়েছে। ബിർള ബിസിനസ് സാമ്രാജ്യത്തിൽ തിരക്കുള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഈ കോലത്ത് നാട്ടുകാരൻ കേരള സംഗീത നാടക അക്കാദമിയുടെ കിഴക്കൻ മേഖലാ കോർഡിനേറ്ററും കൊൽക്കത്ത മലയാളി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും ആ നഗരത്തിലെ ഇതര മലയാളി സംഘടനകളുടെ എല്ലാം കോൺഫെഡറേഷന്റെ സ്ഥാപക നേതാവും
ഫ്ലാറ്റ് ഓണേഴ്സിന്റെ സംഘടനാ തലവനും വെസ്റ്റ് ബംഗാൾ സേവ് ലൈഫ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ അംഗവും ട്രഷററും മറ്റുമായി ജീവിതം നിറഞ്ഞ് ആസ്വദിക്കുകയാണ്. കുടുംബത്തിനുള്ളതിൽ ഒട്ടും കുറവ് വരുത്താതെ സമൂഹത്തിനുള്ളത് പൂർണ്ണമായും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കൽക്കട്ട ഞാൻ വന്നിട്ട് 27 വർഷമായി. ഇവിടെ വരാൻ കാരണം എൻ്റെ എൽഡർ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ആ കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോലിയാണ് പ്രധാനം. നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് വെച്ചാൽ ബിർള ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബിർള ഗ്രൂപ്പിൽ 25 വർഷമായി അതേ ബിർള ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരുപാട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരും എന്നാണല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ലൈഫ് ആവുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ഈസ്റ്റേൺ സോണിൻ്റെ കോർഡിനേറ്ററാണ്. അതിന് പുറമെ കൽക്കട്ട മലയാളി അസോസിയേഷൻ്റെ പ്രസൻ്റ്ലി വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി കൽക്കട്ട മലയാളി അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പല ഭാരവാഹികളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 4 വർഷത്തോളമായി വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളായിട്ട് ഞാൻ ബന്ധമുണ്ട്. മനസ് കൽക്കട്ട നാടക സംഘടന, അതിൽ ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. മറ്റുള്ള പൊതു പ്രവർത്തനം, ഈവൻ നമ്മുടെ ഓണേഴ്സ് അസോസിയേഷനിൽ പോലും പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതിലൊക്കെ താല്പര്യവുമാണ് പൊതു കാര്യങ്ങളൊക്കെ ഇടപെടുക എന്നുള്ളത്. കലാസാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് മനുഷ്യത്വത്തിന്, ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മരണവുമായിട്ട് മല്ലിടുന്ന ഒരു സമയത്ത് ഒരു സഹായഹസ്തവുമായിട്ട് ഒരു വ്യക്തിക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ അതാരായിരുന്നാലും അത് വിലമതിക്കാനാകാത്തതാണ്. അങ്ങനെ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് സുനിലിൻ്റെ ഈ ഒരു സഹായം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് അറിയുന്നത്, അതിനി എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. ഇതിലും വലിയൊരു ജീവിതത്തിൽ ഇതിലും വലിയൊരു പ്രവൃത്തി ആർക്കാണ് ചെയ്യാൻ കഴിയുക? അത് തന്നെ എനിക്കറിയില്ല. കൽക്കത്തയിലെ മലയാളികൾക്കൊന്നും അറിയില്ല സുനിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു പദ്ധതി ഞാൻ മനസ്സിൽ കൊണ്ടപ്പോൾ, അല്ലെങ്കിൽ രൂപീകരിച്ചപ്പോൾ, എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടപ്പോൾ, ഞാൻ ഇതുമായി രംഗത്ത് വന്നപ്പോൾ തീർച്ചയായും എൻ്റെ ഭാര്യ എനിക്കതിന് പരിപൂർണ്ണ പിന്തുണയായിരുന്നു. ഇത്തരം സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് തികച്ചും താല്പര്യം തന്നെയായിരുന്നു. എനിക്കൊരുപാട് സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു കാര്യത്തിലും പൂർണ്ണതയിലെത്താൻ പറ്റില്ല. നമുക്ക് കുടുംബത്തിൽ നിന്ന് പ്രാഥമികമായി കിട്ടേണ്ട സപ്പോർട്ട് കുടുംബത്തിൽ നിന്നാണ്. അത് കിട്ടിയില്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പല വിഘ്നങ്ങളും ഉണ്ടാവാം, അല്ലെങ്കിൽ മാനസികമായി പ്രയാസം ഉണ്ടാവാം. പക്ഷേ ഈ കാര്യത്തിൽ ഹൈവേ റെസ്ക്യൂ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യ ഒരുപാട് എനിക്ക് അകമഴിഞ്ഞ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഈസ് ഡൂയിങ്. ഹീസ് ഓഫീസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടിയിട്ട് ഈ സംഘടനകളിലും എല്ലാ പ്രവർത്തനങ്ങളും, പിന്നെ ഹൈവേ റെസ്ക്യൂ പ്രോജക്റ്റ്, അതൊരു നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. സേവിങ് ലൈഫ്, ഇറ്റ്സ് ഓൾ അബൌട്ട് സേവിങ് ലൈഫ്. സോ ഐ സപ്പോർട്ട് ഹിം. ഐ ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ് മച്ച് ഇൻ ദ തിങ്. 2004 രജിസ്റ്റർ ചെയ്ത് 3 വർഷത്തിനു ശേഷം സേവ് ലൈഫ് ഫൗണ്ടേഷൻ ബംഗാളിലെ ഹൈവേകളിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ സുനിൽ നമ്പ്യാരും കൂട്ടുകാരും ആ മേഖലയ്ക്ക് ആവശ്യമായതെല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. അക്ഷീണവും നിസ്വാർത്ഥവുമായ യത്നങ്ങളിലൂടെ പാതകളുടെയും ആശുപത്രികളുടെയും പോലീസ് സ്റ്റേഷനുകളുടെയും ആംബുലൻസുകളുടെയും ക്രെയിൻ സർവീസുകാരുടെയും വഴിയോരത്തെ കച്ചവടക്കാരുടെയും വിവരങ്ങൾ മുഴുവൻ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഡ്രൈവർമാർക്കും പെട്രോൾ വിൽപ്പനക്കാർക്കും വേറെ പലർക്കും പരിശീലനം കൊടുത്തു. ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഡോക്ടർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും നിർലോഭമായി സഹകരിക്കുകയും ചെയ്തു. അപകടം നടന്ന അരമണിക്കൂറിനുള്ളിൽ ഹൈവേകളിലെ ഏത് ഭാഗത്തും ആംബുലൻസ് പാഞ്ഞെത്തുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ 8-9 വർഷത്തിനകം റോഡിൽ പൊലിഞ്ഞു തീരേണ്ടിയിരുന്ന 4400-ലേറെ പേർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ ഈ ആപൽ ബാന്ധവന്മാർക്ക് കഴിഞ്ഞു. അത് തീർച്ചയായും ചെറിയൊരു കാര്യമല്ല തന്നെ. ഇത് വളർത്താൻ വേണ്ടി അദ്ദേഹത്തിന് വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
ഒരുപക്ഷെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സംഘടനയുടെ ജീവാത്മാവ് സുനിലാണ്. വേറെ വ്യക്തികൾ അധികം അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വളരെ പൈസയൊക്കെ മുടക്കി നടത്തുന്ന പ്രസ്ഥാനമാണിത്. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ കവി എഴുതിയിട്ടുണ്ട്, ചാരങ്ങൾ പോലും പകുത്ത് തിന്നുന്ന പ്രേതങ്ങൾ അലറുന്ന കാലഘട്ടമാണിത്. ഈ കാലത്ത് ഇങ്ങനത്തെയൊക്കെ വ്യക്തികളുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈ സമൂഹത്തിന്. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ആക്സിഡൻറ്റിൽ രക്ഷപ്പെടുത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ അടുക്കൊന്നും ഒരു പൈസയും ഈടാക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഒരു ചോദ്യം വരാം, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകം, നിങ്ങൾ എങ്ങനെയാണ് ഇത് നടത്തുന്നത്? നമുക്ക് ഒരുപാട് ചിലവുണ്ട്. കോൾ സെൻ്ററുണ്ട്, ഫോണുകളുണ്ട്, സ്റ്റാഫുണ്ട്, 24 hours സ്റ്റാഫ്. അതിന് പുറമെ നമുക്ക് ആംബുലൻസ് പ്രൊവൈഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഇതൊക്കെ ഉണ്ട്. ഇനീഷ്യലി ആദ്യത്തെ നമ്മൾ തുടങ്ങി 3 വർഷം ഗുജറാത്തിലുള്ള ബറോഡ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ലൈൻ ഫൗണ്ടേഷൻ നമുക്ക് സാമ്പത്തിക സഹായം ചെയ്തു 3 വർഷം. അതോടൊപ്പം തന്നെ ചില കോർപ്പറേറ്റ് ഹൗസുകൾ നമ്മളെ സഹായിച്ചിരുന്നു. പിന്നീട് 2-3 വർഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, സ്വന്തമായിട്ട് പൈസ എടുത്തും മറ്റുള്ളവരുടെ സഹായം തേടിയൊക്കെ. നമ്മൾ ഒരിക്കലും ഇത് മുടങ്ങിപ്പോകരുത്, നിർബാധം തുടരണം എന്നുള്ള രീതിയിൽ അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് സഹിച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വെസ്റ്റ് ബംഗാൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സഹായം കിട്ടാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുന്നു. അത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെപ്പറ്റി അറിഞ്ഞ് അതിനോട് ഒരുപാട് അവരന്വേഷണങ്ങളൊക്കെ നടത്തി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് അവർ നമുക്ക് എയ്ഡ് സാമ്പത്തിക സഹായം അനുവദിച്ചത്. അത് ഈ വർഷവും നമുക്ക് കിട്ടി. താങ്ക്സ് ടു ദി ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാൾ. Basically, this is a database, daily database, accident call database, daily. First, there's date 1, 1st August 16. Accident call, number 2. Total victim 3. Rescue call 3. Total victim 3, rescue 3. इसमें क्या होता है? It's last month, it's July 2016. Total accident call 29. Total victim 54. Total rescue 40, 8th is the date. So we'll try in future that will be 0. It's our motto, it's our target. കൊൽക്കത്തയിലെ മലയാളികൾക്കിടയിൽ സുനിൽ ഏറെ പ്രസിദ്ധനാണെങ്കിലും ഇദ്ദേഹമാണ് ലൈഫ് സേവ് ഫൗണ്ടേഷന്റെയും ഹൈവേ റെസ്ക്യൂ പ്രോജക്ടിന്റെയും സൂത്രധാരന്മാരിൽ ഒരാളെന്നറിയുന്നവർ വിരളമാണ്. പ്രസിദ്ധിയല്ല, പ്രവൃത്തിയിലാണ് ഈ ഗാന്ധി ശിഷ്യന്റെ മകൻ ഊന്നൽ കൊടുക്കുന്നത്. ഇന്ത്യയിൽ എവിടെയും ആരെങ്കിലും ഇമാതിരി സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അവരെ എല്ലാ നിലയ്ക്കും സഹായിക്കാൻ സന്നദ്ധനാണെന്ന് സുനിൽ നമ്പ്യാർ പ്രസ്താവിക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്തായ കാര്യം തന്നെയാണ്. നമുക്ക് ആർക്കും ഒരാൾക്ക് ജീവൻ കൊടുക്കാനോ ഒന്നും പറ്റാത്ത ആളുകളാണ്. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. വളരെ തുച്ഛം, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇദ്ദേഹം ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അറിയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താ പറയണ്ടത്, വലിയ മഹത്തായ കാര്യം തന്നെയാണത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്, എനിക്കുമുള്ളതും മറ്റുള്ളവർക്കും എല്ലാവർക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായാലും. പക്ഷേ അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഉള്ള സമയം എങ്ങനെ നമ്മൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കണം, എങ്ങനെ ഒരു സമയത്ത് നമ്മൾ ക്രമീകരിക്കണം, ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കാര്യം പറ്റും, അത് ചിന്തിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി 36 മണിക്കൂറും സാധാരണക്കാർക്ക് വേണ്ടി 24 മണിക്കൂറും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഉള്ള 24 മണിക്കൂർ കൊണ്ടാണ് ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, പല കാര്യങ്ങളിലും മുഴുകുന്ന പലരും പ്രവർത്തിക്കുന്നത്. അതേ സമയം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് ഉള്ള സമയം വളരെ കൃത്യമായി, വളരെ ഉപയോഗപൂർണമായ രീതിയിൽ പ്രാക്ടിക്കലായി ഉപയോഗിക്കാൻ പറ്റുന്നവർക്കാണ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ കിട്ടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിലാണ് ജീവിക്കുന്നത്, കൽക്കട്ടക്കാരനാണ്. അപ്പോൾ ഇവിടെയുള്ള കാലത്തോളം വെസ്റ്റ് ബംഗാളിന് വേണ്ടി ഇത് ചെയ്യുക. കേരളത്തിൽ ഈ ഇത് പിന്തുടർന്നുകൊണ്ട് ഇതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള മുഴുവൻ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇനി കേരളത്തിലും ഇതുപോലുള്ള, കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പല സ്ഥലത്തും ഉണ്ട്, ഓൾറെഡി നടക്കുന്നുണ്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ. ഹൈവേ റെസ്ക്യൂ പ്രൊജക്റ്റ്, ആക്സിഡൻറ്റ് വിക്ടിംസിനെ ഗോൾഡൻ അവറിൽ രക്ഷിക്കുന്ന, പ്ലാറ്റിനം ടൈം കൊണ്ട് രക്ഷിക്കാൻ പറ്റിയ പദ്ധതികൾ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു.
ഈ ഒരു ഞങ്ങളുടെ സംരംഭം മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയായി അവർ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവൻ, റോഡിൽ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് ജീവനെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. അതായിരിക്കും ഏറ്റവും വലിയ, ദൈവത്തോട് പോലും ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.